നമസ്കാരം. വിഹഗവീക്ഷണം എന്ന് കേട്ടിട്ടുണ്ടോ? വിഹഗവീക്ഷണം. വിഹഗം എന്നാൽ പക്ഷി, അപ്പോൾ വിഹഗവീക്ഷണം എന്നാൽ പക്ഷിയുടെ കാഴ്ച, ബേർഡ്സ് ഐ വ്യൂ. ഉയരത്തിൽ നിന്ന് പറന്ന് കാണുന്ന കാഴ്ചയാണത്. അതാണ് ഈ പരിപാടി, പരുന്തിന്റെ കാഴ്ച. എന്താ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചയുടെ പ്രത്യേകത? നിങ്ങൾ താഴെ ഇരുന്ന് കാണുന്ന കാഴ്ചകൾ മാത്രമല്ല പരുന്ത് ഉയരത്തിൽ നിന്ന് കാണുക. നിങ്ങളുടെ കാഴ്ചയിൽപ്പെടാത്ത പലതും വിഹഗവീക്ഷണത്തിൽ കാണാൻ പറ്റും. ഒരുപാട് പരന്ന് കാണാൻ പറ്റും. പരുന്ത് കാര്യങ്ങളെ പറന്നും കാണുന്ന പരിപാടിയാണ്. അപ്പൊ ഞങ്ങളുടെ വിഹഗവീക്ഷണത്തിലേക്ക് സ്വാഗതം. പരുന്ത് പറന്നു തുടങ്ങുന്നു. പരുന്ത് കൃഷ്ണപ്പരുന്തായിട്ട് ശബരിമലയ്ക്ക് മുകളിലൂടെയാണ് ആദ്യം പറന്നു നോക്കിയത്. അപ്പോൾ എന്താ കണ്ട കാഴ്ച? വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തു. കൗതുകമായിരിക്കുന്നല്ലോ ഇത് എന്ന് കണ്ട് പിന്നെയും നോക്കുമ്പോൾ അതാ വെള്ളാപ്പള്ളി നടേശൻ ആ കാറിൽ നിന്നിറങ്ങിയിട്ട് ഇതാ ഇങ്ങനെ പറയുന്നല്ലോ. ഞങ്ങളെല്ലാം പ്രസംഗിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് തന്നതാരാണ്? സാക്ഷാൽ അയ്യപ്പനാണ് തന്നത്. എനിക്കും തന്ന അദ്ദേഹത്തിനും കൊടുത്ത് അങ്ങനെ വന്ന പ്രാസംഗികൾക്കെല്ലാം അയ്യപ്പനെയാണ് തന്നത്. പിണറായിയുടെ സ്വഭാവത്തിന് അറിയാമല്ലോ. ഇഷ്ടപ്പെടാത്ത കൊടുത്തെങ്കിൽ പുള്ളി അങ്ങോട്ട് കൊടുത്തെന്ന് പറഞ്ഞ സ്വഭാവക്കാരനാണ്. ആ അയ്യപ്പനെ കണ്ട് കൈ നീട്ടി സ്വീകരിച്ച് നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഭക്തനല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഏതെങ്കിലും ചില്ലറക്കാരനല്ല ഈ പറയുന്നത് കേട്ടോ. കേരളത്തിൽ ഹിന്ദുമതത്തിനകത്ത് ഏറ്റവുമേറെ ജനസംഖ്യയുള്ള ഈഴവ സമുദായത്തിലെ സുപ്രധാന സംഘടനയുടെ തലപ്പത്തുള്ളയാളാണത്. എന്ന് മാത്രമോ, പിണറായി വിജയനൊപ്പം ഒരേ വണ്ടിയിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന് യാത്ര ചെയ്ത് ഉടനെയാണ് ഈ പറയുന്നതും എന്നും ഓർക്കണം. അപ്പോൾ വാഹനത്തിനകത്തിരുന്ന് പിണറായി വിജയനും വെള്ളാപ്പള്ളിയും തമ്മിൽ എന്താകും സംസാരിച്ചിട്ടുണ്ടാകുക എന്ന് വെറുതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശബരിമലയിൽ അയ്യപ്പ സംഗമത്തിന് വന്നിട്ട് ഒരേ കാറിലിരുന്നിട്ട് അവർ അയ്യപ്പനെ കുറിച്ച് തന്നെ സംസാരിച്ചിട്ടുണ്ടാകുമോ? സന്തോഷവും ലാഘവുമുള്ള സൗഹൃദ വർത്തമാനത്തിൽ സത്യത്തിൽ വെള്ളാപ്പള്ളി ഞാനൊരു അയ്യപ്പ ഭക്തനാണ് കേട്ടോ എന്ന് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയോട് പറഞ്ഞു പോയിട്ടുണ്ടാകുമോ? അതിന് സാധ്യതയില്ല എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെ തോന്നുന്നെങ്കിൽ എന്തുകൊണ്ടാകും വെള്ളാപ്പള്ളി ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞിട്ടും പിണറായി വിജയനെ തിരുത്താത്തത്? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടാ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ദൈവവിശ്വാസികളല്ല കേട്ടോ എന്ന് പിണറായി വിജയൻ വന്ന് തിരുത്താത്തത് എന്താണ്? അങ്ങനെ തിരുത്താനൊന്നും യാതൊരു മടിയുമില്ലാത്ത ആളാണ് പിണറായി വിജയൻ. പ്രവാചകന്റെ രോമം ബോഡി വേസ്റ്റാണ് എന്ന് പറഞ്ഞയാളാണ് മൂപ്പര്. നിങ്ങളുടെ പാർട്ടി ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയായി മാറിയില്ലേ എന്ന് ചോദിച്ച ഇന്റർവ്യൂകാരനോട് മുഖം കറുത്ത ചൂടായ പിണറായി വിജയനെ ഇപ്പോഴും നോക്കിയാലും ആ അഭിമുഖത്തിന്റെ യൂട്യൂബ് വീഡിയോയിൽ കാണാം. കമ്മ്യൂണിസ്റ്റുകാരായി ഞങ്ങളെ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് എന്ന് വിളിക്കാൻ എങ്ങനെ ധൈര്യം വന്നടോ എന്നായിരുന്നു അന്നത്തെ ചൂടാകൽ. വിട്ടുവീഴ്ചയില്ലാത്ത ആളാണ് കേട്ടോ ഇത്തരം കാര്യങ്ങളിൽ പിണറായി വിജയൻ. അങ്ങനെയൊക്കെ ആയിരിക്കെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ തിരുത്താത്തത്? ശരിക്കും മൂപ്പര് അയ്യപ്പഭക്തൻ തന്നെ ആയിരിക്കുമോ? അല്ല, അങ്ങനെ ആകുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ആപൽ ബാന്ധവനല്ലേ നമ്മുടെ അയ്യപ്പൻ. വെള്ളാപ്പള്ളി കൊടുത്ത അയ്യപ്പ ഭക്തി പദവി പിണറായി തള്ളുമോ കൊള്ളുമോ എന്ന് നമ്മൾ ഓർത്തിരിക്കെ അതാ വരുന്നു സുകുമാരൻ നായരും. അയ്യപ്പ ഭക്തനാണ് മുഖ്യമന്ത്രി എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും അയ്യപ്പ സംഗമത്തെ അദ്ദേഹവും തള്ളുന്നില്ല. മുഖ്യമന്ത്രി അയ്യപ്പ സംഗമം നടത്തുന്നതിൽ സന്തോഷമേ അദ്ദേഹത്തിനുള്ളൂ. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരമുണ്ടോ? ശരിദൂരമുണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചതാ. സാമുദായിക സംഘടനകളോടുള്ള സ്നേഹത്തിന് പിന്നാലെ കണ്ടത് ഒരു സ്നേഹാലിംഗനമാണ്. മാതാ അമൃതാനന്ദമയെ ചേർത്തു നിർത്തി നെറുകയിൽ ചുംബിച്ചത് മന്ത്രി സജി ചെറിയാൻ. അമൃതാനന്ദമയുടെ UN പ്രസംഗത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിനിടെയായിരുന്നു സ്നേഹാമൃതമുള്ള ആശ്ലേഷണം. അപ്പോൾ തന്നെ കുശാഗ്രബുദ്ധിയുള്ള കോൺഗ്രസ് ഹാൻഡിലുകൾ ചോദിച്ചു, മഠത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഗെയിൽ ട്രെഡ്വെല്ലുമായി അഭിമുഖം നടത്തിയ ജോൺ ബ്രിട്ടാസ്, അദ്ദേഹം എവിടെ? കേരള രാഷ്ട്രീയം തലകുത്തി നിൽക്കുന്ന പോലെയായി എന്ന് പറയുന്നവർ പോലുമുണ്ട്. അയ്യപ്പ ഭക്തനായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റൊപ്പം കാറിൽ യാത്ര ചെയ്യുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി, ഇടയ്ക്കിടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുന്ന നായർ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ്. എന്താ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? വീണ്ടും കാണാം പരുന്തിന്റെ അടുത്ത എപ്പിസോഡ്.